എന്നെ മുറ്റും നിർത്താൻ കഴിവുള്ളവനേ, എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീശോടെ തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നിൻ്റെ ഉള്ളം ചൊല്ലുന്നു, ഏതും കാര്യമില്ലെന്നിൻ്റെ ഉള്ളം ചൊല്ലുന്നു. വൈഷമ്യമുള്ളേതുകുന്നു കരകേറി നടകൊള്ളുവാൻ, വൈഷമ്യമുള്ളേതുകുന്നു കരകേറി നടകൊള്ളുവാൻ, രക്ഷകൻ കാലുകൾക്ക് വേഗമായി തീർന്നിൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിടും, തീർന്നിൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിടും. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ, ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ, മാനസത്തിലാദി പൂണ്ടു കേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ, സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. ദുഃഖിതനായി ഓടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാലും, ദുഃഖിതനായി ഓടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാലും, എന്നെ ഓർത്തു ദൈവദൂതർ വന്നിടും, ഏറ്റം സ്നേഹചൂടോടപ്പവുമായി വന്നിടും, ഏറ്റം സ്നേഹചൂടോടപ്പവുമായി വന്നിടും. നാളെ കൊണ്ടെൻ മനസ്സിൽ ലവലേശം ഭാരമില്ല, നാളെ കൊണ്ടെൻ മനസ്സിൽ ലവലേശം ഭാരമില്ല, ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു, തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു, തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. ഇവിടെ കടന്നുവന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും നോമ്പിനോടനുബന്ധിച്ച് കുടിയിരിക്കുന്ന യോഗത്തിലേക്ക് ഇതിനെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുക. ഇന്നത്തെ ഈ സന്ധ്യ ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ. നല്ല ഒരു ദിവ്യ സന്ദേശം ദൈവം നമുക്ക് ഈ ഭാഗമായിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വലിയ പള്ളിയിൽ നിന്നും ചാപ്പലുകളിൽ നിന്നും ഒക്കെ ഇവിടെ നമ്മുടെ സഹോദരങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ അയൽവാസികളായ സഹോദരങ്ങളും നമ്മോടൊപ്പം ഉണ്ട്. അവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട്
എൻ്റെ വാക്കുകൾ ചെയ്തു. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പാറക്കുമോ സർവാധിപതിയും സർവശക്തനും മഹാകാരുണ്യവാനുമായ കർത്താവേ, അവിടുന്ന് ഒരു ദിവസം കൂടെ അടിയങ്ങൾക്കായി ദാനം ചെയ്തു. ഈ സന്ധ്യായാമത്തിൽ അടിയങ്ങൾ ഒരുമിച്ച് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈ നിമിഷം വരെ ചൊരിഞ്ഞു നൽകിയ എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായി കോടാനുകോടി സ്തുതി സ്തോത്രങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ലോകം മുഴുവൻ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. ഞങ്ങളുടെ അധികാരികൾക്കെല്ലാം നൽകി അവിടുന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. തമ്പുരാനെ വിവേകം കൊണ്ട് നിറച്ച് അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. യുദ്ധം ഒന്നിനും ഒരു ശമനമല്ല കർത്താവേ. ഇന്ന് ഞങ്ങൾക്കായി തുറക്കപ്പെട്ടിരിക്കുന്ന അവിടുത്തെ ഭവനത്തെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് അങ്ങ് വസിക്കുന്ന ഭവനമാകിയാൽ അങ്ങേക്ക് മഹത്വം. വചന ശുശ്രൂഷ കൊണ്ട് ഈ ഭവനത്തിന് എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഒരുക്കണമേ. ഭവനത്തിന്റെ നാഥനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വദേശത്തും വിദേശത്തും എല്ലാം ചൊരിഞ്ഞു നൽകിയ എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായി കോടാനുകോടി സ്തോത്രം. കർത്താവെ, തുടർന്നും പഠിക്കുവാനും ഒക്കെ അവിടുന്ന് ബലപ്പെടുത്തി അവിടുത്തെ നീതിക്കും ന്യായത്തിനും വേണ്ടി ദേശത്ത് പ്രവർത്തിപ്പാൻ തക്കവണ്ണം എൻ്റെ മകനെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ. നമ്മുടെ ദേശത്തിൻ്റെ ആത്മീയ പിതാവായി നമുക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും നമ്മുടെ എല്ലാ ആത്മീയ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഏറ്റവും ആദരണീയനായ NG ഫിലിപ്പച്ചൻ, കർത്താവിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വീണ്ടും ഒരിക്കൽ കൂടെ എൻ്റെ ആത്മീയ ശുശ്രൂഷകൾക്ക് ആരംഭം കുറിച്ച ഈ നമ്മുടെ ചാപ്പലിനോട് ചേർന്നായിരിക്കാൻ തക്കവണ്ണം ദൈവം ഒരുക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി കോടാനുകോടി സ്തുതി സ്തോത്രങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മനീഷച്ചനോടുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ. അച്ഛൻ കഴിഞ്ഞ 3 വർഷക്കാലമായി നമുക്ക് നൽകുന്ന നല്ല ആത്മീയ നേതൃത്വത്തെ നന്ദിപൂർവ്വം ഓർക്കുന്നു. അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളെയും ദൈവസന്നിധിയിൽ നന്ദിപൂർവ്വം സ്മരിച്ച് തുടർന്നും ശുശ്രൂഷകളിൽ തമ്പുരാൻ ബലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരെയും സ്വീകരിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി ഭവനം ഒരുക്കി നൽകിയിരിക്കുകയാണ് പ്രിയപ്പെട്ട റോയിച്ചായൻ അഡ്വക്കേറ്റ് ശ്രീ KC ഫിലിപ്പ്. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി നമ്മളെ സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കോർണർ മീറ്റിംഗ് ക്രമീകരിക്കുമ്പോൾ കത്തീഡ്രലുമായി ചേർന്ന് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അദ്ദേഹം മാനേജിംഗ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നു. ആ നിലയിലാണ് ഇന്ന് ഈ ക്രമീകരണം ഉണ്ടാകുന്നത്. പ്രത്യേകമായ സ്നേഹം, സന്തോഷം അറിയിക്കട്ടെ. എനിക്ക് ഏറെ സന്തോഷമുള്ളത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളോടും സഹോദരങ്ങളോടൊപ്പവുമാണ് ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് മനീഷച്ചനും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീ KC ഫിലിപ്പും, അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു വചന ശുശ്രൂഷ ക്രമീകരിക്കുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ഞാൻ നാട്ടിലില്ലായിരുന്നു. അന്ന് എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചു, നമുക്കിവിടെ ഒരു മീറ്റിംഗ് നടത്തണം, അതിന് പള്ളിയിൽ നിന്ന് നേതൃത്വം നൽകണം. ഞാൻ പറഞ്ഞു നമുക്ക് ആരെയെങ്കിലും ക്ഷണിക്കാമെന്ന്. പ്രിയപ്പെട്ട മനീഷച്ചൻ്റെയും പ്രിയപ്പെട്ട റോയിച്ചാൻ്റെയും ഒരു നിർബന്ധമാണ് ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. അതിനു മുമ്പ് പ്രിയപ്പെട്ട കുഞ്ഞുവൻചാൻ എന്നെ വിളിച്ചതാണ്, പക്ഷേ അന്നും എനിക്ക് സംബന്ധിക്കാനായിട്ട് സാധിച്ചില്ല.
മറ്റൊരു സ്ഥലത്ത് വളരെ നാളുകൾക്ക് മുമ്പ് കോന്നിയിൽ ഒരു ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് ഞാൻ ഏറ്റിരുന്നു. കഴിഞ്ഞ ആഴ്ചയും ഷൈജയുടെ ഭവനത്തിലും ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. അതും വളരെ നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ നോമ്പായതുകൊണ്ട് അതിന് ശുശ്രൂഷയുടെ ഭാഗമായിരുന്നു. എന്നാൽ ഇന്ന് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം ദൈവം ഒരുക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. പ്രത്യേകിച്ച് നമ്മളൊരു വീട്ടുകാരാണല്ലോ, നമ്മളൊരു കുടുംബക്കാരായി നമുക്ക് വചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും ഒക്കെ ലഭിക്കുന്ന നല്ല അവസരത്തിനായി കോടാനുകോടി സ്തുതിസ്തോത്രങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന പരിശുദ്ധ വേദഭാഗം വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യമാണ്. ഇത് നമ്മുടെ ചിന്താവിഷയതാണ്. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ്. നമ്മൾ ഈ വചന ശുശ്രൂഷയൊക്കെ നിർവഹിക്കുമ്പോൾ കുറച്ച് വാക്യങ്ങളെങ്കിലും നമ്മളൊന്നും കാണാതെ പഠിക്കണം. അതിനുവേണ്ടി ഒരു ശ്രമമാണല്ലോ ഇത്. സത്യവേദ പുസ്തകം നമ്മളോട് സംസാരിക്കുകയാണ്. ഈ പുസ്തകത്തിന് ജീവനുള്ള പുസ്തകമാണിത്. ഈ പുസ്തകത്തിന് ജീവനുള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ ആ പുസ്തകം നമ്മളോട് എന്ത് ചെയ്യും? സംസാരിക്കും. കാരണം ഇതിനെന്താ ഉള്ളത്? ജീവനുണ്ട്. ജീവനുള്ള ദൈവത്തിന്റെ പുസ്തകമാണ്. ഇത് സാധാരണ പുസ്തകമല്ല, സാധാരണ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന പുസ്തകവുമല്ല. അതുകൊണ്ട് എത്രമാത്രം സത്യവേദ പുസ്തകം പഠിക്കാൻ പറ്റുമോ അത്രമാത്രം സത്യവേദ പുസ്തകം നമ്മൾ പഠിക്കണം. അത് ജീവന്റെ വചനമാണ്, ജീവനുള്ള പുസ്തകമാണ്. ആ പുസ്തകമാണ് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ധ്യാനിക്കുന്ന വിഷയം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പിടിക്കണം. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: യഹോവേ, അത് സിമ്പിൾ ആയൊരു വാചകമാണ്. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. പഴയ നിയമത്തിലെ ഒരു പുസ്തകമാണല്ലോ ഏത്? വിലാപങ്ങൾ. വിലാപങ്ങൾ എഴുതിയത് ആരാണ്? യിരെമ്യാ പ്രവാചകനാണ് വിലാപങ്ങളുടെ പുസ്തകം എഴുതിയത്. പ്രവാചകൻ ബാബിലോനിയർ യെരൂശലേമിനെ നശിപ്പിക്കാനായിട്ട് പോവുകയാണ്. ബാബിലോനിയർ യെരൂശലേമിനെ ഒരു കൽക്കൂമ്പാരമാക്കി മാറ്റുവാനായി പോകുമ്പോൾ എഴുതിയ വിലാപ കാവ്യമാണ് ഏത് പുസ്തകം? വിലാപങ്ങളുടെ പുസ്തകം. യെരൂശലേമിന്റെ ന്യായവിധിയെ ഓർത്ത് യെരമ്യാവ് ഏറെ ദുഃഖിച്ചു. 40 വർഷമാണ് യെരമ്യാവ് യെരൂശലേം നിവാസികളോട് പ്രസംഗിച്ചത്. എത്ര വർഷം? 40 വർഷം താക്കീത് കൊടുത്തു. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യം നശിക്കാനായിട്ട് പോവുകയാണ്. പക്ഷെ അവരതെല്ലാം എന്ത് ചെയ്യാണ്? അവഗണിക്കുകയാണ്. പക്ഷേ ഒരു വാക്കുകൊണ്ട് പോലും യെരമ്യാവ് യെരൂശലേം നിവാസികളെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു വാക്കുകൊണ്ട് പോലും യെരൂശലേം നിവാസികളെ ആര് കുറ്റപ്പെടുത്തിയില്ല? യിരെമ്യാവ് കുറ്റപ്പെടുത്തിയില്ല. അല്ലേ? നമ്മളൊക്കെ എത്ര പേരെയാ ഒരു ദിവസം കുറ്റപ്പെടുത്തുന്നത്? ഞാൻ ഇന്ന് ഏറ്റവും അധികം കുറ്റപ്പെടുത്തുന്ന ആരെയാണെന്നറിയാമോ? ട്രംപിനെയാ. ഞാനും ട്രംപുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പക്ഷെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉറങ്ങുന്നവരെയും ആരെ ചീത്ത വിളിക്കും? ട്രംപിനെ ചീത്ത വിളിക്കും. എന്താ പറയുന്നത്? ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, നാളെ പറയുന്നതല്ല മറ്റേ നാൾ. അതുമല്ല പറയുന്നത്. അയാൾക്ക് ഏതാണ്ട് വട്ട് പിടിച്ചിരിക്കുക, അധികാരത്തിന്റെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഇങ്ങനെ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യുക? കുറ്റപ്പെടുത്തുകയാണ്. അധികാരികളെ കുറ്റപ്പെടുത്തുകയാണ്. ഭരണാധികാരികളോട് നമ്മൾ കുറ്റമാണ്, വീട്ടുകാരോട് കുറ്റമാണ്, കാണുന്നവരോട് മുഴുവൻ എന്താണ്? കുറ്റമാണ്. വളരെ ശ്രദ്ധിക്കുക. യെരൂശലേം നിവാസികളെ കുറിച്ച് അവർക്കുണ്ടാകാൻ പോകുന്ന വലിയൊരു നാശത്തെ കുറിച്ച് പ്രസംഗിക്കുകയല്ലാതെ ആ മനുഷ്യരെ ഒരു വാക്കുകൊണ്ട് പോലും യിരെമ്യാവ് കുറ്റപ്പെടുത്തിയില്ല. മറിച്ച് എന്ത് ചെയ്തു? യെരൂശലേം നിവാസികൾക്ക് ഉണ്ടാകാൻ പോകുന്ന വലിയ ഒരു നാശത്തെ ഓർത്ത് ഹൃദയം നൊന്ത് ആര് കരഞ്ഞു? യിരെമ്യാവ് കരഞ്ഞു. അങ്ങനെ
പ്രവാചകൻ അവരുടെ ദുഃഖത്തോട് ചേർന്ന് എഴുതിയ പുസ്തകമാണേത്? വിലാപങ്ങളുടെ പുസ്തകം. അതിന്റെ എത്രാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്? 5-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. 5-ാമത്തെ അധ്യായത്തിന്റെ എത്രാമത്തെ വാക്യമാണ്? 21-ാമത്തെ വാക്യമാണ്. ആ വാക്യം എന്തായിരുന്നു? യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തേണമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. 2-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം? ഇപ്പൊ നമ്മൾ വീടൊക്കെ വെക്കുമ്പോഴേ, വീട് പണിയാൻ വരുന്ന കോൺട്രാക്ടർമാരും അല്ലെങ്കിൽ നമ്മൾ വീട് പണിയുന്ന ആളൊക്കെ പറയും, അച്ഛാ അടുക്കള വേണ്ട എന്ന് വെച്ചാൽ കത്തുന്ന അല്ലെങ്കിൽ തീയുള്ള അടുപ്പ് വേണ്ട. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ സിലിണ്ടറിനൊക്കെ ഇത്രമാത്രം ക്ഷാമം ഈ സമയത്തൊക്കെ ഉണ്ടാകുമെന്ന്? മൊബൈൽ എടുത്ത് വെച്ചൊന്ന് ബുക്ക് ചെയ്താൽ പിറ്റേ ദിവസം ടപ്പേന്ന് വന്നുകൊണ്ടിരുന്ന സിലിണ്ടറൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുക? മുടങ്ങിക്കിടക്കുക. പണ്ടത്തെ പോലെ നല്ല ഒരു കാലം. പണ്ടത്തെ കാലം എന്ന് പറഞ്ഞാൽ ക്ഷാമത്തിന്റെ കാലമാണ്, വിശപ്പിന്റെ കാലമാണ്, ദാരിദ്ര്യത്തിന്റെ കാലമാണ്, ഒന്നുമില്ലായ്മയുടെ കാലമാണ്. പക്ഷെ എന്തുണ്ടായിരുന്നു? പ്രാർത്ഥന ഉണ്ടായിരുന്നു, അല്ലേ? ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള തഴക്കരയിൽ നമ്മുടെ വല്യച്ഛന്മാരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇടവക പട്ടക്കാര്, വികാരിമാരായിട്ടിരുന്നിട്ടുള്ള പട്ടക്കാര്, അവര് വൈകുന്നേരത്ത് സന്ധ്യാ നമസ്കാരത്തിന് തഴക്കരയിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുമല്ലോ. നടന്നു വരുന്ന സമയത്ത് വടിയൊക്കെ പിടിച്ചോണ്ടാ വരുന്നത്. ആർക്കും വടിയൊന്നും കയ്യിലെടുക്കാനുള്ള അവകാശം ഇല്ല, ആരെ അടിക്കാനായിട്ടും ഒരു അവകാശവും ഇല്ല. പക്ഷെ ഈ അച്ഛന്മാര് വടിയെ കൈവച്ചിട്ടാ വരുന്നത്. പ്രാർത്ഥനയില്ലാത്ത വീട്ടിലേക്ക് അവരെന്ത് ചെയ്യും? കയറും. എന്നിട്ട് ചോദിക്കുക, എന്താണ് ഇന്ന് പ്രാർത്ഥനയില്ലാത്തത്? ഓലമേഞ്ഞ വീടുകളായിരുന്നു ഭൂരിപക്ഷവും. പക്ഷെ ആ വീടുകളെല്ലാം എന്തുണ്ടായിരുന്നു? പ്രാർത്ഥനയുണ്ടായിരുന്നു. നമ്മുടെ പൂർവികന്മാരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്വപ്നം കാണുക. അവര് എന്താ സ്വപ്നം? എന്റെ വരാൻ പോകുന്ന തലമുറകളൊക്കെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കപ്പെടണം. അതാണ് നമ്മുടെ പണ്ടത്തെ ഒരു നല്ല കാലം. നമ്മുടെ പൂർവികരൊക്കെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. നമ്മളിപ്പോ ഈ അടുത്താണ് ഈ 2020 ക്രിക്കറ്റ് നടന്നത്. നമ്മളെല്ലാവരും ക്രിക്കറ്റൊക്കെ ഇഷ്ടമുള്ളവർ എന്ത് ചെയ്തു? വീട്ടിലിരുന്നും. ഞാൻ മൊബൈൽ ഫോണിലാണ് 2020 കണ്ടത്. ഞാനപ്പോൾ ചിന്തിക്കുക, ഞാനൊരു 35-36 വർഷം മുമ്പ് ഈ 2020 ക്രിക്കറ്റ്, അന്ന് 2020 അല്ല, അന്ന് 2020 ക്രിക്കറ്റ് ഒന്നുമില്ല, വേൾഡ് കപ്പ് 50 ഓവറുകളൊക്കെ ഉള്ള ക്രിക്കറ്റാണ്, ഫുട്ബോളാണ്. ഇങ്ങനെ വേൾഡ് കപ്പ് ഒക്കെ വരുമ്പോഴേ ഈ TV ഒക്കെ ഒന്ന് കാണണമെന്ന്, TV-യിലൂടെ ഒന്ന് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഈ ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കും, ഏതെങ്കിലും ഒരു വീട്ടിൽ ആ കളി ഒന്ന് വെച്ചിരുന്നെങ്കിൽ ഒന്നിരുന്നൊന്ന് കാണാമായിരുന്നു. ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ നിന്ന് 35 വർഷങ്ങൾക്ക് മുമ്പ് TV പോലെയുള്ള സാധനങ്ങളൊന്നും എത്തിയിട്ടില്ല. ഇന്ന് ഈ വർഷം 2020 ക്രിക്കറ്റ് ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ, ഞാനും എൻ്റെ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനും കൂടെ ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്തു? എൻ്റെ വീട്ടിലിരുന്ന് കണ്ടു. അത്രമാത്രം എന്ത് ചെയ്തു? ദൈവം തമ്പുരാൻ നമുക്ക് എന്ത് നൽകി? അനുഗ്രഹം നൽകി. എൻ്റെ വല്യപ്പച്ചൻ AC-ക്കകത്തിരുന്നിട്ടുള്ള ആളല്ല. ഈ കാണുന്ന ഫാന്റെ കീഴിലൊന്നും ഇരുന്ന് ഇതുപോലെ ചൂടിന്റെ അനുഭവത്തിലൂടെ ഒന്നും കടന്നു പോയിട്ടുള്ള ആളല്ല. ഒരു ഫാനിന്റെ അനുഭവത്തിലൊന്നും ഇരുന്ന ആളിട്ടില്ല. ഞാനിപ്പോ വന്നത് AC-യിൽ, കാറിലാണ് വന്നത്. അത് ആരുടെ നന്മയാണ്? പൂർവകാലത്ത് എന്റെ പൂർവസൂരികൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. രണ്ടാമൊന്നോടെ ഓർത്തോണം, കഴിഞ്ഞ ആഴ്ച നമ്മുടെ കോർണർ മീറ്റിംഗിൽ തോമസ് രാജുവച്ചൻ പ്രസംഗിച്ചു. 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ നിന്ന് അദ്ദേഹം പ്രസംഗിച്ചത്. അതിന്റെ 11-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ പറയുക, ശലോമോൻ എല്ലാം കൊടുത്തു, പക്ഷേ ശലോമോൻ തെറ്റുകാരനായി അഹങ്കാരിയായി മാറി. അല്ലേ? ശലോമോൻ തെറ്റുകാരനായി മാറി, അഹങ്കാരിയായി മാറി. ശലോമോനോട് ദൈവം എന്താ പറയുന്നറിയാമോ? നിന്നെ ഞാൻ നശിപ്പിച്ച് കളയാത്തത് നിന്റെ അപ്പനായ ദാവീദിനെ ഓർത്താണ്. നിന്നെ ഞാൻ നശിപ്പിച്ച് കളയാത്തത് നിന്നെ ഓർത്തല്ല, പിന്നെ ആരെ ഓർത്ത? നിന്റെ അപ്പനായ ദാവീദിനെ ഓർത്താണ്. ഞാൻ ഇന്ന് ഈ പുൾപിറ്റിനോട് ചേർന്ന് ഇവിടെ നിൽക്കുന്നെങ്കിൽ അതിനൊരേ ഒരു കാര്യമേ ഉള്ളൂ. എന്താണ്? എന്റെ പൂർവിക പിതാക്കന്മാരെ
എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള എന്റെ വലിയ വല്യപ്പച്ചന്മാർ, നമ്മുടെ എത്രയോ തലമുറകൾ ഒന്നുമില്ലായ്മയിൽ ചാണകം ഒഴുകിയ തറകളിൽ അവരൊഴുക്കിയ കണ്ണുനീരാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണ്? പണ്ടത്തെ പോലെ നല്ല ഒരു കാലം വരുത്തണമേ. ഇല്ലായ്മകളിൽ വല്ലായ്മകളിൽ ദൈവ തിരുമുഖത്തേക്ക് നോക്കി ആ പ്രകാശത്തിനനുസരിച്ച് ജീവിച്ചവരാണ് യെരൂശലേമിന്റെ മക്കൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് നല്ല ഒരു പൂർവിക കാലം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണല്ലോ, യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ. എത്രാമത്തെ അധ്യായമാണ്? 5-ാമത്തെ അധ്യായം. വിലാപങ്ങളുടെ പുസ്തകങ്ങൾക്ക് എത്ര അധ്യായമേ ഉള്ളൂ? 5 അധ്യായമേ ഉള്ളൂ. വീട്ടിൽ ചെന്ന് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? വിലാപങ്ങളുടെ പുസ്തകം മുഴുവൻ വായിക്കണം. യെരൂശലേമിനെ ചൊല്ലി യെരമ്യാവിന്റെ വിലാപം മുഴുവൻ വായിക്കണം. 5 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി 5-ാമത്തെ അധ്യായത്തിന്റെ ചിന്താവിഷയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എന്താണ് 5-ാമത്തെ അധ്യായം? ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള യിരെമ്യാവിന്റെ പ്രാർത്ഥനയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ ബലപ്പെടുത്തുന്ന 2 വാക്കുകളാണ്. ഒന്ന് കരുണയും കൃപയും. ഒന്നെന്താണ്? കരുണ. ഞാൻ ഉദാഹരണങ്ങൾ പറയാം. ദൈവത്തിന് എന്നെ സൃഷ്ടിപ്പാൻ ഇഷ്ടം തോന്നി. ആരുടെ ഇഷ്ടമല്ല? ആരുടെ ഇഷ്ടമാണ്? ദൈവത്തിന്റെ ഇഷ്ടമാണ്. ആരോടും ചോദിച്ചില്ല, ആരോടും ചോദിക്കേണ്ട ദൈവത്തിന്. സൃഷ്ടിയെല്ലാം ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. എന്നെയും നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. ആ ഇഷ്ടത്തിന്റെ പേരാണ് എന്ത്? കരുണ. എനിക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം എന്താണ്? ദൈവത്തിന്റെ കൃപയാണ്. എന്താണ്? ദൈവത്തിന്റെ കൃപയാണ്. ഞാനിപ്പോൾ ഈ കറുത്ത കുപ്പായം ധരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ബലിപീഠത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഇനി നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം കുർബാന അർപ്പിക്കാൻ കഴിയുന്ന ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ആരുടെ നിശ്ചയമാണ്? ദൈവത്തിന്റെ നിശ്ചയമാണ്. വിശുദ്ധ ബലി അർപ്പിക്കുവാൻ എനിക്ക് കഴിയുമെന്നാണ് എന്റെ ചിന്ത. പക്ഷെ ബലി അർപ്പിക്കണമെങ്കിൽ ദൈവം എന്നോട് എന്ത് ചെയ്യണം? കരുണ ചെയ്യണം. ദൈവം എന്നോട് എന്ത് ചെയ്യണം? കൃപ ചെയ്യണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് കിട്ടിയതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. 2 മനുഷ്യര്, ഒന്ന് ചുങ്കക്കാരൻ പള്ളി പോയി പ്രാർത്ഥിച്ചു. ഇങ്ങനെ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, ഞാൻ അയ്യോ ബലഹീനനായ പാപിയായ മനുഷ്യൻ, ഞാൻ അയ്യോ അരിഷ്ടനായ മനുഷ്യൻ. തൊട്ടടുത്തൊരു പരീശൻ നിൽപ്പുണ്ട്, അല്ലെ? എന്നെ പോലെ ഒരു പരീശൻ നിൽക്കുക. ആ പരീശൻ എന്താ പറയുന്നത്? തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ ഒന്നിനും കൊള്ളുകയില്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അവൻ അവിടെ പോയിട്ടുള്ളവനാണ്, ഇവിടെ പോയിട്ടുള്ളവനാണ്, ഇവൻ എന്താ ഈ പള്ളി വന്ന് ഇപ്പോൾ നിൽക്കുന്നത്? പക്ഷെ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നത്, ഈ ബലിപീഠത്തിന്റെ സന്നിധിയിൽ നിൽപ്പാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ആരുടെ പ്രാർത്ഥനയാ ദൈവം കേട്ടത്? ചുങ്കക്കാരന്റെ പ്രാർത്ഥനയാ കേട്ടത്. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? ചുങ്കക്കാരന്റെ പ്രാർത്ഥനയിലേക്ക് ദൈവം തന്റെ കരുണയെ ഒഴുക്കി കൊടുക്കുകയാണ്. ചുങ്കക്കാരന്റെ പ്രാർത്ഥനയിലേക്ക് ദൈവം തന്റെ കരുണ. അതുകൊണ്ടാണ് നമ്മള് അൻപുടയവനെ എന്നുള്ള ഗീതത്തിൽ പാടുന്നത്, നല്ലവനെ കാരുണ്യത്താൽ നൽകണമേ യാചിപ്പുകളെ. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ അങ്ങോട്ട് ചെന്ന് നെഞ്ചത്തടിച്ചങ്ങോട്ട് കരഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? വാരിക്കോരി അനുഗ്രഹം നൽകിയെന്നാണ്. അല്ല പ്രിയമുള്ള മക്കളെ, സഭയുടെ പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുക, നല്ലവനെ കാരുണ്യത്താൽ നൽകണമേ യാചിപ്പുകളെ. നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നത് മുഴുവൻ എനിക്ക് സാധ്യമാക്കി തരണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മെ എല്ലാം സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ്. ശൗലിനെ സൃഷ്ടിച്ചതും ആരാണ്? ദൈവമാണ്. ശൗലിനെ പൗലോസ് ആക്കിയതും ആരാണ്? ദൈവമാണ്. ശൗല് പൗലോസായി കഴിഞ്ഞപ്പോഴേ എന്താ സംഭവിച്ചത്? ലോകം മുഴുവൻ പോയി സുവിശേഷം അറിയിച്ചു. നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചതനുസരിച്ച് 3 മിഷണറി യാത്രകളാണ് ആര് നടത്തിയത്? പൗലോസ്ലീഹ നടത്തിയത്. സത്യവേദ പുസ്തകത്തിലെ 14 പുസ്തകങ്ങൾ ആരുടെ പേരിലാണ്? പൗലോസിന്റെ പേരിലാണ്. പുതിയ നിയമം ഇത്രം സമ്പന്നമായത് ആരെ കൊണ്ടാണ്? പൗലോസിനെ കൊണ്ടാണ്. പക്ഷെ പൗലോസ് എവിടെയാ കിടന്നത്? കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വന്നു. പൗലോസിന് എന്താ ഉണ്ടായിരുന്നത്?
രോഗമാണ് ഉണ്ടായിരുന്നത്. രോഗത്തിന്റെ അനുഭവത്തിലൂടെ, ശൂലത്തിന്റെ അനുഭവത്തിലൂടെ ആര് കടന്നുപോയത്? പൗലോസ് കടന്നുപോയത്. പക്ഷെ പൗലോസിനോട് ദൈവം സംസാരിക്കുന്നത് ഇങ്ങനെയാ: എന്റെ കൃപ നിനക്ക് മതി. ദൈവത്തിന്റെ കരുണ കൊണ്ട് എന്നെ സൃഷ്ടിച്ചുവെങ്കിൽ എന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളിലും തമ്പുരാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ കൃപ നിനക്ക് മതി. പ്രിയമുള്ളവരെ, ഈ കൃപയും കരുണയും തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? സമാധാനം ഉണ്ടാകുന്നത്. കൃപയും കരുണയും തമ്മിൽ ചുംബിക്കുമ്പോഴാണ്. നമ്മുടെ 3 നോമ്പിലെ പ്രാർത്ഥനയില് പിതാക്കന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നതാണത്. കരുണയും കൃപയും തമ്മിൽ ചുംബിക്കുമ്പോൾ എന്തുണ്ടാകും? സമാധാനം ഉണ്ടാകും. നമുക്ക് എന്തുണ്ടായിട്ട് എന്തില്ല? സമാധാനമില്ല. നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചവരല്ലേ? ഏറ്റവും കൂടുതൽ അച്ഛൻ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ എല്ലാവരോടും അച്ഛനോട് എന്താ പറഞ്ഞത്? അച്ഛന്റെ ശരീരത്തിനല്ല, അച്ഛന്റെ ആത്മാവിൽ എന്തുണ്ടാകട്ടെ? സമാധാനം ഉണ്ടാകട്ടെ. ഏറ്റവും അവസാനം അച്ഛൻ പറഞ്ഞു വിട്ടത് എങ്ങനെയാ? നിങ്ങൾ സമാധാനത്തോടെ പോകുവീൻ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് പറയും, എൻ്റെ അച്ഛ ഒരു സമാധാനവും ഇല്ല. ഞാനും പുറത്തോട്ട് ഇറങ്ങിയിട്ട് പറയും, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല. അതിന്റെ കുഴപ്പം എവിടെയാ? എന്റെ ജീവിതത്തിൽ കൃപ കുറയുന്നു എന്നുള്ളതാണ്. ദൈവം ധാരാളമായി കരുണ നൽകി. ആ കരുണകൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് കൃപയിൽ ഒരു വർധനവും സംഭവിക്കുന്നില്ല. അതിന് വ്യക്തമായ ഒരു ഉദാഹരണം സത്യവേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി. ഗബ്രിയേൽ മാലാഖ കന്യക മറിയാം അമ്മയോട് സംസാരിച്ചു, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. നന്മ നിറഞ്ഞവളെ എന്നല്ല പറഞ്ഞത്, ആണോ? കൃപ നിറഞ്ഞവളെ, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ കൗമാകളിൽ, പ്രാർത്ഥനകളിൽ, ആരാധനകളിൽ ഏറ്റവും ബലമുള്ള ഒരു പ്രാർത്ഥനയാണല്ലോ, നമ്മൾ എപ്പോഴും മാധ്യസ്ഥതയോട് കൂട്ടിച്ചേർത്ത് വയ്ക്കുന്ന പ്രാർത്ഥനയാണല്ലോ, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ, നമ്മുടെ ഓർത്തഡോക്സ് ആത്മീയതയിൽ ഈ കൃപയ്ക്കും കരുണയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഈ വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം പഠിക്കുന്ന എന്താണ്? ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ലോകം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. മനുഷ്യൻ ഒന്നുകൊണ്ടും സാധ്യമല്ല. അസാധ്യമാകുന്ന ദൈവ കൃപ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഈ യുദ്ധത്തിന് ഒരു ശമനം ഉണ്ടാകുവാൻ ഇടയാകണം. എന്താ പ്രാർത്ഥിച്ചെന്നറിയാമോ? ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ദൈവമേ നീ യെരൂശലേമിനെ മറന്നു പോകരുത്. ദൈവമേ നീ യെരൂശലേമിനെ മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ മറന്നു പോയാലും ദൈവം നമ്മളെ മറന്നു പോകുന്നില്ല. അതിന്റെ ഏറ്റവും വലിയ ഉത്തമ ദൃഷ്ടാന്തമാണ് നമ്മളിപ്പോൾ ജീവനോടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചിന്താവിഷയത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഞങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ പോവുകയാണ്. മടങ്ങി വരണമെങ്കിൽ ദൈവം നമ്മളിലേക്ക് എന്ത് ചെയ്യണം? ഇറങ്ങി വരണം, മടങ്ങി വരണം. എനിക്കൊരാഗ്രഹം ഉണ്ടാവുകയാണ്. ഈ ധ്യാനത്തിൽ സംബന്ധിക്കുന്ന എനിക്ക് ഒരാഗ്രഹം ഉണ്ടാവുകയാണ്. യഹോവേ, ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? നിങ്ങളിലേക്ക് മടങ്ങി വരാൻ പോവുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിലേക്കൊന്ന് മടങ്ങി പോകാൻ ആഗ്രഹമുണ്ടായാൽ ആ ആഗ്രഹത്തെ മാനിക്കുന്നത് ആരാണ്? ദൈവമാണ്. അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിന് തോന്നിയാൽ ദൈവത്തിന്റെ മനസ്സൊന്ന് എന്ത് ചെയ്യണം? തുറക്കപ്പെടണം. വരുത്തണമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. 2 ചിന്തകൾ നമുക്ക് മടങ്ങി വരേണ്ടതിനായിട്ട്. 1, കർത്താവ് തൻ്റെ മനസ്സ് തുറക്കണം. 2, നമ്മൾ മടങ്ങി വരേണ്ടതിന് നമ്മുടെ ഹൃദയം തകരണം, നൊമ്പരപ്പെടണം, ഭാരപ്പെടണം, കണ്ണുനീരോടെ ദൈവസന്നിധി യാചിക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമാധാനം കൊണ്ട്, സൗഖ്യം കൊണ്ട്, സ്വസ്ഥത കൊണ്ട് നമ്മെ എല്ലാവരെയും ദൈവം സന്ദർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ചാപ്പലിനോട് ചേർന്നായിരിക്കാൻ തക്കവണ്ണം ദൈവം ഒരുക്കുന്ന എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായി കോടാനുകോടി സ്തുതി സ്തോത്രങ്ങൾ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മനീഷച്ചനോടുള്ള സ്നേഹവും ആദരവും പ്രത്യേകമായി അറിയിക്കട്ടെ. ഞാൻ ആമുഖ വാക്കിൽ സൂചിപ്പിച്ചതുപോലെ
അച്ഛൻ നമ്മുടെ ഈ ദേശത്ത് വന്ന് അച്ഛൻ്റെ ആദ്യത്തെ ദേവാലയമാണല്ലോ നമ്മുടെ ചാപ്പൽ. അച്ഛൻ നിർവഹിച്ചിട്ടുള്ള ശുശ്രൂഷകൾ ഏറ്റവും ബലപ്പെട്ടതാണ്. നമുക്ക് എക്കാലത്തും ഓർമ്മിക്കാവുന്ന ശുശ്രൂഷകൾ നമ്മുടെ കത്തീഡ്രലിന് വേണ്ടിയും ചാപ്പലിന് വേണ്ടിയും പ്രിയപ്പെട്ട മനീഷ് അച്ഛൻ നിർവഹിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ NG ഫിലിപ്പച്ചൻ ഞങ്ങൾക്കൊരു ജ്യേഷ്ഠ സഹോദരനായി വേണ്ടതായ എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പ്രോത്സാഹനങ്ങളും ഒക്കെ നൽകുന്നു. നമുക്കറിയാമല്ലോ, നമ്മുടെ പാരമ്പര്യങ്ങൾ അതേപടി സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട NG ഫിലിപ്പച്ചൻ. നമുക്ക് എല്ലാവർക്കും മാതൃകയാണ്. പ്രാർത്ഥനയോടെ നമ്മൾ എല്ലാവരെയും നയിക്കുന്നു. ആരോഗ്യത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം സർവശക്തൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരെയും സ്വീകരിക്കാൻ തക്കവണ്ണം ഇന്ന് ഈ ഭവനം നമുക്കായിട്ട് ഒരുക്കി നൽകി. ഏറെ ആതിഥ്യ മര്യാദയോടുകൂടി നമ്മളെല്ലാവരെയും പ്രിയപ്പെട്ട റോയിച്ചാൻ അഡ്വക്കേറ്റ് KC ഫിലിപ്പ് നമ്മെ സ്വീകരിക്കുന്നു. കഴിഞ്ഞ 2 വർഷക്കാലമായി ഞങ്ങളോടൊപ്പം അദ്ദേഹം ദേവാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കുന്ന പണികൾക്കൊക്കെ വേണ്ടതായ നല്ല നേതൃത്വം നൽകുന്നതും നന്ദിപൂർവ്വം ഓർക്കുന്നു. നമ്മളെ ഇന്ന് ആതിഥ്യം അരുളി സ്വാഗതം ചെയ്തു, സ്വീകരിച്ചു. അദ്ദേഹത്തോടും കുടുംബത്തോടുമുള്ള പ്രത്യേകമായ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. എൻ്റെ എല്ലാ മാതാപിതാക്കളോടും, പ്രത്യേകിച്ച് ഈ ചാപ്പലിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടൊപ്പവുമായിരിക്കുന്നത് ഏറെ സന്തോഷമാണ്. ഞാൻ ആമുഖവാക്കൾ സൂചിപ്പിച്ചതുപോലെ ഞാൻ എൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് നമ്മുടെ ഈ ചാപ്പലിൽ നിന്നാണ്. എന്നും ഓർക്കുന്ന ശുശ്രൂഷകളാണ്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളൊക്കെ എന്നെ ഇന്നും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ദേവാലയത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ മാതൃ ദേവാലയമാണല്ലോ പുതിയകാവ് സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയം എന്ന് പറയുന്നത്. നമ്മുടെ ആത്മീയതയുടെ ഒരു അഭിമാനമാണ് പുതിയകാവ് കത്തീഡ്രൽ എന്ന് പറയുന്നത്. ധാരാളം പ്രധാന പിതാക്കന്മാരെ ആ ദേവാലയം സംഭാവന ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇതിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏറെ സാമ്പത്തികമായ പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ആ ദേവാലയം ശൂന്യമായി കിടക്കുവാൻ പാടില്ല. ഇനി ഒരു നല്ല മഴക്കാലത്തേക്കൊക്കെ പ്രവേശിക്കുകയാണ്. ഇതിനു മുമ്പായിട്ട് എൻ്റെ ആലയം ശൂന്യമായി കിടക്കുമ്പോൾ നമ്മളെല്ലാം തട്ടിട്ട വീടുകളിലൊക്കെ നല്ല സംവിധാനങ്ങളിലൂടെയൊക്കെയാണ് കഴിയുന്നത്. ആ ആലയം ഏറ്റവും ഭംഗിയായി അത് പൂർത്തീകരിച്ച് ആ ബലിപീഠത്തിൽ നമുക്ക് ഒരുമിച്ച് വിശുദ്ധ ബലി അർപ്പിക്കുവാൻ തക്കവണ്ണമുള്ള നാളുകളെ ദൈവം നന്നായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെവിടെ ഏത് ദേശത്ത് ചെന്നാലും പുതിയകാവ് കത്തീഡ്രൽ എന്ന് പറയുമ്പോൾ ആ ദേവാലയത്തെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മലങ്കര സഭയിലെ 5 ദേവാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയം തന്നെയാണ് പുതിയകാവ് സെൻറ് മേരീസ് കത്തീഡ്രൽ ദേവാലയം. കല്ലുമല എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അവിഭാജ്യ ഘടകം കൂടിയാണ്. ആ നിലയിൽ എല്ലാവരും സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ തുടർന്നും നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് ആ ദേവാലയത്തിൻ്റെ പൂർത്തീകരണത്തിനായി പ്രാർത്ഥിക്കണം. വേണ്ടതായ എല്ലാ സാമ്പത്തിക കൈത്താങ്ങലുകളും നൽകണം. ഞാൻ ഈ ദേവാലയത്തിൽ നിന്ന് പോയി കഴിഞ്ഞും പല കാര്യങ്ങൾക്കും ഇവിടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു ഓഫീസ് പണിയുന്ന സമയത്ത് ഞാൻ ആദ്യം ഓടി വന്നത് കല്ലുമല ചാപ്പലിലേക്കാണ്. എല്ലാവരും എന്നെ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. ആദ്യമായിട്ടെന്ന് 1 ലക്ഷത്തിലധികം രൂപ ആദ്യമായിട്ട് മലങ്കര സഭയിൽ സമാഹരിച്ചത് നമ്മുടെ കല്ലുമല കുഞ്ഞു ചാപ്പലിൽ നിന്നാണ്. സാമ്പത്തികമായി ദൈവം ഏറെ നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പ്രാപ്തിക്കനുസരിച്ച് ദൈവത്തിൻ്റെ ധനത്തിൽ നിന്നാണല്ലോ പ്രാപ്തിക്കനുസരിച്ച് നമുക്ക് നൽകിയിട്ടുള്ളത്. ആയതിൻ പ്രകാരം ബലിപീഠത്തിൻ്റെ നിർമ്മാണത്തിനായിട്ട് സമർപ്പിക്കണം. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഓരോ വിശുദ്ധ കുർബാനയിലും ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയും ദേവാലയത്തിന് സ്ഥലം നൽകിയവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നൊരു വാചകം അക്സായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വിശുദ്ധ എന്നും കുർബാന അർപ്പിക്കുന്ന സ്ഥലമാണ് പുതിയകാവ് കത്തീഡ്രൽ. ആ എല്ലാ വിശുദ്ധ കുർബാനകളിലും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കും. ഞങ്ങളൊക്കെ ഇവിടുന്ന് പോകാനുള്ളവരാണ്. ഞാനും ബൈജുവച്ചനും മനീഷച്ചനും ഒക്കെ ഇവിടുന്ന് അങ്ങ് പോകും. ഏതെങ്കിലും ഒരു വികാരി അനുവാദം തന്നെങ്കിൽ അവിടെ ഇനി കയറി വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ പള്ളി അത് അവിടെ തന്നെ എന്നും നിലനിൽക്കും. പൂർവ്വസൂരികൾ കാട്ടിത്തന്ന ആത്മീയ തേജസ് അതെന്നും അവിടെ നിലകൊള്ളുക തന്നെ ചെയ്യും. അതുകൊണ്ട് എൻ്റെ അഭിമാനവും പ്രൗഢിയും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ഇതിന് പണികൾ ആരംഭിച്ചു. പണികൾ ആരംഭിക്കുമ്പോൾ നമുക്ക് തോന്നും അത് ആ പള്ളിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ. എന്നാൽ മദ്ബഹ പണി ആരംഭിക്കുന്നതിന് ആലോചന ഉണ്ടായത് ഒരു 6 വർഷം മുമ്പാണ്. TT തോമസ് അച്ഛൻ്റെ കാലം മുതൽ ഇങ്ങനെ ആലോചനകളുണ്ടായി. എബിയച്ചൻ്റെ കാലമായപ്പോൾ അച്ഛൻ കുറച്ച് തുകയൊക്കെ സമാഹരിക്കുവാനായിട്ട് ഇടയായി. അതിനൊരു സമയം ഉണ്ടായത് കഴിഞ്ഞ
മാർച്ച് മാസം മുതലാണ് അതിൻ്റെ പണികൾക്ക് ആരംഭം കുറിക്കുവാനായിട്ട് സാധിച്ചത്. അച്ഛന്മാരല്ലല്ലോ പണിയുന്നത്, നമുക്ക് ആരാധിക്കുവാൻ വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് ആരാധിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആരെയും വിടരുത്. നമ്മുടെ വിദേശത്തുള്ള കുഞ്ഞുങ്ങളോടൊക്കെ പറയണം, നിങ്ങൾ അവിടെയൊക്കെ ആരാധനയിലാണെങ്കിലും നിങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് ആരുടെ പേരിലാണ്? പുതിയകാവ് സെന്റ് മേരീസ് കത്തീഡ്രലിന്റെ പേരിലാണ്. ഇവിടെ നിന്നൊരു ടെമ്പററി മെമ്പർഷിപ്പ് എടുത്തു പോയത് കൊണ്ടാണ് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലുമൊക്കെ നിങ്ങൾക്ക് ആരാധനയിൽ സംബന്ധിക്കുവാനായിട്ട് കഴിയുന്നത്. പിന്നെ പെൺകുഞ്ഞുങ്ങളോട് പറയണം, നിങ്ങളെ മാമോദീസ മുഖ്യ പള്ളി ഏതാണ്? പുതിയകാവ് കത്തീഡ്രലാണ്. കൊണ്ട് നമ്മുടെ എല്ലാ കൂദാശകളും നിർവഹിക്കുന്നത് ആ ദേവാലയത്തിലാണ്. നമുക്ക് അതുകൊണ്ട് നമ്മളുമായി ആത്മബന്ധമുള്ള സ്ഥലമാണ്. നമ്മൾ സൗകര്യാർത്ഥമാണല്ലോ നമ്മൾ ചാപ്പുലയിൽ ഉണ്ടാക്കി ആരാധന നടത്തുന്നത്. പക്ഷെ നമ്മുടെ എല്ലാ കൂദാശകളും നമ്മുടെ കത്തീഡ്രലിൽ വെച്ചാണ് നടക്കുന്നത്. നമ്മുടെ 1083 വർഷമുള്ള ഒരു ദേവാലയം, പഴക്കമുള്ള ദേവാലയം. എൻ്റെ മദ്ബഹായുടെ ചോർച്ചകളൊക്കെ പരിഹരിച്ച് എൻ്റെ മെയിൻ കെട്ടിടത്തിനും ചില ചോർച്ചകളൊക്കെ നമ്മൾ എല്ലാ വർഷവും പെയിൻറ്റിങ്ങുകളൊക്കെ നടത്തുന്നതുകൊണ്ടാണ് ഇത് കാണാതെ പോകുന്നത്. രണ്ടാമത് കൂടിയ പൊതുയോഗമാണ്. സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ ഉപദേശപ്രകാരം അതുകൂടി ഈ സമയത്ത് നന്നാക്കി ആ പൂമുഖം നമുക്കൊരു പാരമ്പര്യം അനുസരിച്ച്, ഒരു പഴമയുടെ പ്രൗഢി നിലനിർത്തുന്നതനുസരിച്ച് എൻ്റെ പൂമുഖവും നന്നാക്കുവാനായിട്ട് ആലോചന പൊതുയോഗത്തിൽ രണ്ടാമതുണ്ടായത്. അത് പ്രകാരമാണ് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ വെറും ഉപകരണങ്ങൾ മാത്രമാണ്. തമ്പുരാനാണ് അത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഹോവ വീട് പണിയാതിരുന്നാൽ നമ്മൾ വൃഥാ അധ്വാനിക്കുകയാണ്. തമ്പുരാൻ ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നമ്മളെ വീണ്ടും അനുഗ്രഹിക്കാൻ തക്കവണ്ണം എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. എല്ലാവരും കൈയഴിഞ്ഞ് മനസ്സ് തുറന്ന് സഹായിക്കണം. ഇതുവരെയുള്ള എല്ലാ സഹായങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട്, എല്ലാവരോടുമുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട്, നമ്മുടെ വിവിധ വാർഡുകളിൽ നിന്നൊക്കെ എല്ലാവരുടെയും സാന്നിധ്യവും നേതൃത്വവും നമ്മുടെ ഇന്നത്തെ കൂട്ടായ്മയ്ക്കുണ്ടായി. എല്ലാവരോടുമുള്ള നിറഞ്ഞ സ്നേഹവും സന്തോഷവും, പ്രത്യേകിച്ച് നമ്മുടെ കത്തീഡ്രലിൻ്റെ ട്രസ്റ്റി, സെക്രട്ടറി, ഭരണസമിതി അംഗങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട ബൈജോച്ചൻ്റെ സാന്നിധ്യം, നമ്മുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള, വാർഡുകളിൽ നിന്നുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളോടുമുള്ള നിറഞ്ഞ സ്നേഹം, സന്തോഷം അറിയിച്ചുകൊണ്ട്, നമ്മുടെ ചാപ്പലുകൾക്കൊക്കെ നേതൃത്വം നൽകുന്നവർ നമ്മളോടൊപ്പം ഉണ്ട്. എല്ലാവരോടുമുള്ള നിറഞ്ഞ സ്നേഹം, സന്തോഷം അറിയിച്ചുകൊണ്ട് തുടർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിലായിരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. യാചിപ്പീരെന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യാചിപ്പീരെന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന പരേരെ പിടിച്ചിട്ട് ചാല്, പരേരെ പിടിച്ചിട്ട് ചാല്. ബ്രൈറ്റ്നസ് ഉണ്ടോ? അതുകൂടെ കഴിഞ്ഞാൽ റെസ്റ്റ്.
കൊണ്ടുപോയിക്കും. പക്ഷെ ഞാൻ വീടേക്കകത്ത് വരുത്തില്ലല്ലോ. ഹലോ 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 ഭദ്രവാനായി ജീവിക്കുമ്പോ സാധു ഞാനീശോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു.